നമ്മൾ ഇന്ന് നോക്കുന്നത് NIOS +2 ചാപ്റ്റർ 4 ആണ്, മേജർ പൊളിറ്റിക്കൽ തിയറീസ്. ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ള 3 തരത്തിലുള്ള രാഷ്ട്രീയ സിദ്ധാന്തങ്ങളാണ്. 1 ലിബറലിസം, 2 മാർക്സിസം, 3 ഗാന്ധിസം. ആദ്യം നമുക്ക് നോക്കാം ഈ ലിബറലിസം. ലിബറലിസം എന്ന് പറയുന്ന ആ ഒരു വാക്ക് വന്നത് ലാറ്റിൻ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടാണ് കേട്ടോ. എന്താണ് ലിബറലിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രാജ്യത്തിൽ അവിടെയുള്ള ഗവൺമെൻറ്റിനെക്കാട്ടിയും കൂടുതൽ പ്രാധാന്യം ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സിദ്ധാന്തമാണ് ലിബറലിസം എന്ന് പറയുന്നത്. മനസ്സിലായപ്പോൾ ആ രാജ്യത്തിൽ അവിടെയുള്ള ഗവൺമെൻറ്റിനേക്കാളും പ്രാധാന്യം ആർക്ക് കൊടുക്കുന്നു? രാജ്യത്തിലെ പൗരന്മാർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നു. അതിനാണ് നമ്മൾ ലിബറലിസം എന്ന് പറയുന്നത്. ഇനി ലിബറലിസത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പലിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലിബറലിസം എപ്പോഴും ഇൻഡിവിജ്വൽ ലിബർട്ടി, അതായത് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ആ ഗവൺമെൻറ്റിൽ ഒരു രാജ്യത്തിൽ ഗവൺമെൻറ്റിനെക്കാട്ടും പ്രാധാന്യം വ്യക്തികൾക്കായിരിക്കും കൊടുക്കുന്നത്. മാത്രമല്ല റൂൾ ഓഫ് ലോ, അതായത് റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിലെ ജനങ്ങൾക്ക്, അവർക്ക് എല്ലാ ആളുകൾക്കും ഈക്വൽ ആയിട്ടുള്ള റൈറ്റും ഈക്വൽ ആയിട്ടുള്ള ലോയുമായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ അടുത്ത് അവർക്ക് എക്കോണമിക്കൽ ഫ്രീഡം ഉണ്ട്. എക്കോണമിക്കൽ ഫ്രീഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പ്രൈസിങ് കാര്യങ്ങളെല്ലാം മാർക്കറ്റ് ബേസ്ഡ് ചെയ്ത് ആയിരിക്കും. അതിനകത്ത് ഗവൺമെൻറ്റിലെ ഇടപെടലും വളരെ കുറവായിരിക്കും. ഇതാണ് ലിബറലിസത്തിൻ്റെ പ്രിൻസിപ്പിൾ. ലിബറലിസം എന്തോന്നാണ്, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്തോന്നാണെന്നുള്ളത് ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന്, അപ്പോൾ അത് പഠിക്കാണ്ട് പോകരുത്. അടുത്ത് നമുക്ക് ലിബറലിസത്തിൻ്റെ ബെനിഫിറ്റ് നോക്കാം. എന്തൊക്കെ ബെനിഫിറ്റാണ് ലിബറലിസത്തിനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ആ രാജ്യത്തിൻ്റെ അകത്തുള്ള ജനങ്ങളുടെ അവകാശങ്ങളും അതേപോലെ തന്നെ അവരുടെ ഫ്രീഡം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ലിബറലിസം വഴിയാണ്. മാത്രമല്ല ജനങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് ലിബറലിസം സഹായിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ളൊരു ഡെമോക്രാറ്റിക് രീതിയിലൊരു സൊസൈറ്റി അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ലിബറലിസം സഹായിക്കുന്നുണ്ട്. ഇത്രയാണ് ലിബറലിസത്തിൻ്റെ കുറച്ച് ബെനിഫിറ്റിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ലിബറലിസത്തിൻ്റെ കുറച്ച് ക്രിറ്റിസിസം നോക്കാം. ഒന്നാമെന്ന് പറയുമ്പോൾ ഇൻഇക്വാലിറ്റി ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല ഈ ലിബറലിസം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രാധാന്യം കുറയും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഒരു രാജ്യം തകരാനായിട്ടുള്ള ഒരു കാരണം ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ ആ ഒരു റോള് വളരെയധികം വീക്കാവാനായിട്ടുള്ള ചാൻസും ഉണ്ട്. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ലിബറലിസത്തിൻ്റെ കുറച്ച് വീക്ക്നെസ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനായിട്ടുള്ളൊരു സിദ്ധാന്തമാണ് മാർക്സിസം എന്ന് പറയുന്ന സിദ്ധാന്തം. അപ്പോൾ മാർക്സിസം എന്ന് പറയുന്നത് നമ്മുടെ കാറൽ മാർക്സും ഫെഡറൽ എംഗൽസും കൂടിയിട്ട് വിഭാവനം ചെയ്തിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് മാർക്സിസം എന്ന് പറയുന്നത്. അപ്പം മാർക്സിസത്തിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മാർക്സിസം ഉണ്ടാവാനായിട്ടുള്ള കാരണമെന്ന് വെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ പണ്ട് ആ ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള പ്രശ്നമാണ്. ഇത് കാരണമാണ് എന്ത് ചെയ്തത്, മാർക്സിസം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ഉണ്ടായത്. അപ്പോൾ നമ്മുടെ മാർക്സിസത്തിൻ്റെ പ്രധാനപ്പെട്ട തിയറീസ് നമുക്ക് നോക്കാം. ഒന്നാമെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സൊസൈറ്റിയിൽ 2 തരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. വർക്കേഴ്സും അതേപോലെ തന്നെ ഓണേഴ്സും. ഇവർ തമ്മിലുള്ള ആ ഒരു സ്ട്രഗിളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ ഒരു മാർക്സിസത്തിൻ്റെ ഒന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്. രണ്ടാമെന്ന് പറയുമ്പോൾ ക്യാപിറ്റലിസം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ച് ആയിട്ടുള്ള ആളുകൾ റിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, പൂറായിട്ടുള്ള ആളുകൾ പൂറായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ ഒരു പ്രശ്നങ്ങളുണ്ടായി. ജനങ്ങളെല്ലാവരും കൂടി ഒരു വിപ്ലവത്തിലേക്ക് എന്ത് ചെയ്തു, അത് നയിക്കുകയാണ് ചെയ്തത്. അവസാനം എന്ത് ചെയ്തു, കാറൽ മാർക്സ് പറഞ്ഞു നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ പൈസയും എല്ലാ ആളുകൾക്കും തുല്യമായി വിഭാവനം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതാണ് മാർക്സിസത്തിൻ്റെ അവസാനത്തെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് ഗാന്ധിസമാണ്. ഗാന്ധിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ശിഷ്യന്മാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് ഗാന്ധിസം എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഗാന്ധി എപ്പോഴും അഹിംസ, അതായത് നോൺ വയലൻറ്റ് ആ ഒരു പരിപാടി ഇല്ലാത്തൊരു വ്യക്തിയാണ്. പിന്നെ മാത്രമല്ല പുള്ളിക്കാരൻ സത്യത്തിനും ഒക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ആളാണ്. സ്വദേശി ചിന്ത ഉള്ള ഒരു വ്യക്തിയാണ്. അതായത് സ്വന്തം രാജ്യത്തുള്ള വസ്ത്രങ്ങളായാലും ശരി, എല്ലാം സ്വന്തം രാജ്യത്തുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം ഉപയോഗിക്കത്തുള്ളൂ. ഗാന്ധിസം മെയിനായിട്ടും അത് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല പാശ്ചാത്യ സംസ്കാരത്തോട് വളരെയധികം വിയോജിപ്പ് കാണിക്കുന്ന ഒരു സിദ്ധാന്തം കൂടിയാണ് ഗാന്ധിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗാന്ധിസത്തിൻ്റെ ഒരു പ്രത്യേകതയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്.